എല്ലാ കൂട്ടുകാർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ സ്മിത. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താ നോക്കാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ് അവൽ ലഡു ആണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, അടിപൊളി ടേസ്റ്റാണ്, പിന്നെ എളുപ്പത്തിൽ ചെയ്യുകയും ചെയ്യാം. എല്ലാവരും ഇത് ട്രൈ നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ചുവന്ന തിന്നായിട്ടുള്ള അവലാണ് എടുത്തിരിക്കണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവൽ കൊണ്ട് ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈവിടാതെ ഇളക്കണം. ഇത് ചെറുതായിട്ട് നമ്മളൊന്ന് കൈകൊണ്ട് പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പൊട്ടണ ആ ഒരു രീതി വരെ മതി. അധികം സമയം എടുക്കില്ല കേട്ടോ. ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് റോസ്റ്റായി കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ എടുത്തൊന്ന് പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടണോട്ടോ, രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. ആ ഒരു സമയം വരെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നന്നായി തണുത്ത ശേഷം ഞാനൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതേ ജാറിൽ 1 കപ്പ് നന്നായിട്ട് പൊടിച്ചെടുത്ത ശർക്കര ചേർക്കണം. പിന്നെ അടുത്തത് വേണ്ടത് 1/2 കപ്പ് തേങ്ങയാണ്. അപ്പോൾ അതും ഇതിലേക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് 4-5 ഏലക്കാട കുരു ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അവലും ശർക്കരയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചെടുത്ത അവലിലേക്ക് ഇത് ചേർക്കണം. ഇനി ഇവിടെ ഞാൻ കുറച്ച് ബദാമും കപ്പലണ്ടിയുടെയും തോല് കളഞ്ഞ ശേഷം മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തതാണ്. ഇതിൽ 1/2 കപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, വേണ്ടവർ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹെൽത്തി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാനിവിടെ കുറച്ച് കാഷ്നട്ട്സ് നെയ്യിലൊന്ന് ചൂടാക്കി എടുത്തതാണ്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കണേ കേട്ടോ. അപ്പോൾ നല്ല ചൂട് വേണം നെയ്യ്. എന്നിട്ട് ഇതിൽ കാഷ്നട്ട്സ് ഞാൻ ഇതിൽ തന്നെ വെച്ചിരിക്കുകയാണ് ഡെക്കറേഷന് വേണ്ടിയിട്ട്. നെയ്യ് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ചൂടുള്ളത് കൊണ്ട് ഞാൻ ആദ്യം സ്പൂണിലാണ് മിക്സ് ചെയ്തെടുക്കണത്. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത ശേഷം ഓരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കണം. നല്ല ടൈറ്റായിട്ട് വേണം നമ്മൾ ഉരുട്ടിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് കുഴയ്ക്കാൻ കിട്ടാതെ പൊലുപൊലേന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ശർക്കര പാനിയാക്കിയ ശേഷം ഒന്ന് അലിയിച്ച് ഇതിലേക്ക് ചേർക്കാം. അല്ലെങ്കിൽ ചൂടായ നെയ്യ് ചേർക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഞാൻ ബദാമും കപ്പലണ്ടിയും ചേർക്കാതെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അതിന് വേറൊരു ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇത് ചേർക്കുന്ന സമയത്ത് വേറൊരു ടേസ്റ്റാണ്, ചെറുതായിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ 2 രീതിയിലും ഉണ്ടാക്കി നോക്കുക. 2 നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉരുട്ടിയെടുത്ത ശേഷം ഓരോ കാഷ്നട്ട് ഇതിനെ മുകളിലായിട്ട് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക. ഇത് ഓപ്ഷണലാണ്, ഒരു ഭംഗിക്ക് വേണ്ടി കിടക്കട്ടെ എന്ന് വിചാരിച്ച് വെക്കണതാണ്. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് ഇതുപോലെ ബോൾസാക്കി ഉരുട്ടി വയ്ക്കുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ലേ. അത് മാത്രമല്ല വളരെ ഈസിയാണ് ഉണ്ടാക്കാനും അല്ലേ. അപ്പോൾ ടേസ്റ്റിയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ ഒന്ന് അതിൻ്റെ പിക്ചർ കൂടെ ഒന്ന് എടുത്ത ശേഷം എൻ്റെ ഇമെയിൽ ഐഡിക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ FBയിലോ അയച്ചു തരണേ. അപ്പോൾ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യണമായിരിക്കും. കുറേ പേര് ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ട് മുമ്പൊക്കെ. ഇപ്പൊന്നും അധികം ആരും അയച്ചു തരുന്നില്ല, അതുകൊണ്ട് പറയണതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.